അങ്ങനെ ഒരു ആഗ്രഹം വന്നു. നീ അല്ലല്ല ചോദിച്ചത് കറക്റ്റല്ലേ? അല്ല, എനിക്ക് അങ്ങനെ സത്യമായിട്ടും കാരണം ഇങ്ങനൊരു സിനിമ, ഒരു കഥ വരുമ്പോൾ അവര് വളരെ പാഷനേറ്റ് ആയിട്ട് അവര് സ്ലിം ഗുഡ്സ് എന്നൊക്കെ പറഞ്ഞ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ പാസ് ഔട്ടായി അവർ ആദ്യമായിട്ട് നമ്മുടെ അടുത്തൊരു കഥയായിട്ട് വരുന്ന സമയത്ത് നമ്മൾ കാണുന്നത് അവരുടെ ഒരു പാഷനും അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ആസ് ആക്ടർ. ഞാൻ പൊതുവേ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഡയറക്ടേഴ്സിന്റെ കൂടെ നിൽക്കുക, അവരുടെ ഒരു കൺവിക്ഷനിലൂടെ നിൽക്കുക. അപ്പൊ അവരുടെ ഈ എന്റെ സന്തോഷത്തിനപ്പുറം ഐ എം ഹാപ്പി ഫോർ ഈ രണ്ട് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ പുതിയ ന്യൂ ഏജ് അവർ പുതിയ ഡയറക്ടേഴ്സാണ്. അപ്പൊ നമ്മൾ കുറച്ച് വർഷമായിട്ട് ഇവിടെ സക്സസും പലപ്പോഴുള്ള സക്സസ് ആണെങ്കിൽ പോലും അതൊക്കെ നമ്മൾ കണ്ടുവരുന്നുണ്ടല്ലോ. അപ്പൊ പേഴ്സണലിനോട് എനിക്ക് ഭയങ്കരമായിട്ട് ഈ വലിയൊരു സക്സസ് ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല, പ്രത്യേകിച്ച് അഭിനയത്തിന്റെ കാര്യത്തിൽ. ഞാൻ മേ ബി സംവിധാനമൊക്കെ ചെയ്യുന്ന സിനിമയൊക്കെ വരുന്ന സമയത്ത് അതിലാണ് എനിക്ക് ലവാക്ഷനൊക്കെ ചെയ്ത സമയത്തൊക്കെ ആയിരുന്നു എനിക്ക് ഫസ്റ്റ് ദിവസം പടം ഇറങ്ങുന്നതിന് മുന്നേ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് അഭിനയിക്കുന്ന സിനിമ വരുമ്പോൾ എനിക്ക് അങ്ങനത്തെ ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. അപ്പൊ ഇതൊക്കെ ഇതിന്റെ ഭാഗമല്ലേ ഈ സക്സസ്. ഈ പറയുന്ന പോലെ 2 ആഴ്ചക്കപ്പുറം ഈ സക്സസ് ഒന്നുമില്ല. അപ്പൊ പടം ഓടുക, അധികമായിട്ട് സിനിമ ഓടുക എന്നുള്ളതാണ് എല്ലാവരുടെയും ആവശ്യം. ഓടിയാൽ സന്തോഷം, ഓടിയില്ലെങ്കിൽ അടുത്തത് നോക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേറൊന്നുമില്ല. ഒരു നടനുണ്ടെന്ന് കണ്ടത് ആദ്യം വിനീതേട്ടനായിരുന്നു. പ്രൂവ് ചെയ്തത് വർഷങ്ങൾക്ക് ശേഷം കണ്ടതാണ്. ഞാൻ അഭിനയിച്ചോണ്ട് പടം മോശമാവില്ല, പക്ഷെ ഞാൻ ഇത്രയും പടങ്ങൾ ചെയ്തു. പടം ഒരു പടം എത്ര പടം ആക്ടിങ് ചെയ്തിട്ട് ഒരു ആക്ടിങ്ങിനോട് പാഷൻ തോന്നാതിന്റെ കാരണം അല്ല, എനിക്ക് പണ്ട് മുതലേ ഞാൻ ആദ്യ സിനിമ തൊട്ടേ എനിക്ക് ആ പാഷൻ ഇല്ല. അപ്പൊ പിന്നെ അത് പെട്ടെന്ന് അങ്ങനെ ഒരു പാഷൻ വരാനുള്ള സാധ്യത എനിക്ക് ആദ്യ സിനിമ തൊട്ടിട്ട് തന്നെ ഞാൻ സിനിമയിലെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് ഞാൻ തുടങ്ങിയതും. അപ്പൊ എനിക്ക് ഡയറക്ടർ ആവണം എന്നുള്ളത് തന്നെയായിരുന്നു ആഗ്രഹവും അതൊക്കെ. പിന്നെ തിര ചെയ്തു. തിര കഴിഞ്ഞതിന് ശേഷം ഒരു വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് കുഞ്ഞിരാമായണം ബേസിലിന്റെ സിനിമ ആയതുകൊണ്ട് ചെയ്തു. കപ്പ്യാര് അജു നീരജ് ഉള്ളതുകൊണ്ട് ചെയ്തു. ഒരേ മുഖം സൗഹൃദത്തിന്റെ പുറത്ത് ചെയ്തു. പിന്നെ ഗൂഢാലോചന അതേപോലെ അജു ബാസിയൊക്കെ ഉള്ളതുകൊണ്ട് ചെയ്തു. അങ്ങനെ ഈ സിനിമകളൊക്കെ ഉണ്ടാകുന്ന ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ കൂടെ ഫ്രണ്ട്സിന്റെ കൂടെ പടം ചെയ്യാലോ എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്തൊക്കെയാണ്. അപ്പോഴേക്ക് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി ലവ് ആക്ഷന് പോയി. പിന്നീട് കൊറോണ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സിനിമ ചെയ്യുന്നത്. അതിന്റെ കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് ഒരുപാട് സിനിമകൾ ചെയ്തു എന്നുള്ളതിന്റെ. അപ്പൊ എനിക്ക് പണ്ട് മുതൽ ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും പറയുന്ന കാര്യമാണ്, എനിക്കിപ്പോ വരുന്നതേ നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് കിട്ടുന്നതേ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളുടെ അടുത്ത് നല്ലത് വരുമ്പോ, നല്ല കഥകൾ വരുമ്പോ അത് നമ്മൾ ചെയ്യാന്നുള്ള മാത്രമേ ഉള്ളൂ. അപ്പൊ നല്ലത് ഇപ്പൊ ഇതുപോലൊരു വർഷങ്ങൾക്ക് ശേഷം വന്നു, ഉജ്ജ്വലൻ വന്നു, നാളെ ഒരു നല്ലതൊരെണ്ണം ആരെങ്കിലും എഴുതുമ്പോ നമുക്ക് ഏറ്റവും കൂടുതൽ നല്ല റൈറ്റേഴ്സിനെയും നല്ല കഥകളുമാണ് ഇവിടെ മിസ്സിങ്. അപ്പം അത് നമ്മളിലോട്ട് എത്തുക എന്ന് പറയുന്നത് കാരണം അത് പല പല സ്റ്റേജസിലൂടെ കടന്നു പോയിട്ടായിരിക്കും. ആദ്യം ചിലപ്പോൾ എനിക്ക് വരുന്ന കഥകൾ ഞാൻ സ്ഥലത്ത് പറഞ്ഞു, എനിക്ക് വരുന്ന കഥകളൊക്കെ ദുൽഖറിന് വേണ്ടി ആലോചിച്ച കഥകളൊക്കെയാണ് എനിക്ക് വേണ്ടി എത്തുന്നത്. ആദ്യം അവർ ആലോചിക്കുക ദുൽഖർ ചെയ്യാൻ വേണ്ടിയായിരിക്കും. പിന്നെ അത് താഴ്ത്തെത്തി ആരും ചെയ്യാതെ വരുമ്പോൾ നമ്മളിലേക്ക് എത്തും. നമുക്ക് പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളത് ചെയ്യും. അപ്പോൾ അതിൽ പലരും നമുക്ക് പരിചയമുള്ള ആൾക്കാരായിരിക്കും, സുഹൃത്തുക്കളായിരിക്കും, നമ്മളോട് വർക്ക് ചെയ്തിട്ടുള്ള അസോസിയേറ്റുകളായിരിക്കും. അപ്പൊ അവരുടെ ഒരു ആദ്യ സിനിമ നടക്കട്ടെ എന്നുള്ള രീതിയിൽ അവർക്കത് വിജയിച്ചാലേ അവർക്ക് മുന്നോട്ടൊരു കരിയർ ഉള്ളൂ. അപ്പൊ ഞാൻ സ്വാഭാവികം ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മളങ്ങനെ ചെയ്യും. പക്ഷെ ഈ സിനിമയിൽ അങ്ങനെ ആയിരുന്നില്ല. സ്വാഭാവികമായിട്ടും ഇത് വീക്കെൻഡ് അല്ലെങ്കിൽ ചേച്ചി സോഫിയ ചേച്ചിന്റെ ഒരു ബാനറിൽ ഒരു സിനിമ വരുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും അവരത് കേട്ട് ഇങ്ങനെ ഒരു സിനിമ, കാരണം ആദ്യമായിട്ട് ഒരു യൂണിവേഴ്സിലൊരു സിനിമ വരുന്നു. അപ്പൊ അത് കേട്ട് അവർക്ക് അത്രയും കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് ചേച്ചി ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പൊ